ഇതാണ് പഠിച്ചേക്കണത്. ഞാൻ +2 വരെയുള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുള്ളൂ. +2 10 ഉള്ളൂ എൻ്റെ കയ്യിൽ. പഠിച്ചൊന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഏവിയേഷൻ കഴിഞ്ഞു. ഏവിയേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ പറ, അല്ലെങ്കിൽ ഇവർ കളിയാക്കുക. അതാ ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ഓക്കെ. ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഇനി ഈ കോവിഡൊക്കെ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുന്ന ഒരു വ്യക്തിയെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഏകദേശം ആൾക്കാർക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ എല്ലാവരും മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ രേണുസുധിയായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണല്ലോ. രേണുസുധി തന്നെയാണ് വിഷയം. കാരണം രേണുസുധിക്ക് ഒരു മുൻകാല ചരിത്രം ഉണ്ടായിരുന്നു. മുൻകാല ചരിത്രം എന്ന് വെച്ചാൽ അവർ ഒരു സ്വന്തമായിട്ടൊരു വീടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന, ഒരു ജോലിയും ഒക്കെ ഇല്ലാതിരുന്ന ടൈം, കൊല്ലം സുധിയൊക്കെ ഉണ്ടായ ടൈമാണ്. അവർ ആ ടൈം കൊല്ലം സുധിയായാലും രേണുസുധിയായാലും പല ആൾക്കാരുടെ നിന്നും പൈസ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ അന്നത്തെ അവസ്ഥയും സാഹചര്യവും കൊണ്ട് കുറേ പേരെ അവരെ അന്നേരം സഹായിച്ചായിരുന്നു. പിന്നെ സഹായിച്ചവരെ നേർക്ക് തന്നെ തിരിഞ്ഞുകുത്തി അവരെ വിളിച്ച് ചീത്ത പറയുന്ന ഒരു രീതി രേണുസുധി പുറത്തെടുത്തു. അങ്ങനെയാണ് രേണുസുധിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയത്. ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൊക്കെ അത് നല്ല വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേര് അത് വെച്ച് റിയാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാശ് കൊടുത്ത് സഹായിച്ചവരെ തന്നെ പറയുന്ന രേണുസുധിയുടെ സ്വഭാവം അതും കൂടി ആയപ്പോൾ പൂർത്തിയായി. കാരണം നമ്മൾക്ക് 1 രൂപ തന്ന് സഹായിച്ച വ്യക്തിയായാലും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പക്ഷെങ്കിൽ ആ മറന്നു എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ആ വീടിനെതിരെ കുറ്റം പറഞ്ഞതായാലും മതിലിനെ കുറിച്ച് കുറ്റം പറഞ്ഞത്. അച്ഛനും മോളും വന്നിരുന്ന ഫുൾ കുറ്റമാണല്ലോ. സഹായിച്ച വ്യക്തികളെ കുറിച്ചിട്ടാണല്ലോ കുറ്റം പറഞ്ഞത്. അപ്പോൾ അവരിത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല, അവർ മുന്നേ തുടങ്ങിയ കാര്യമാണ്. സഹായിച്ചവരെ നിന്ദിച്ചു പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ രേണുസുധിയുടെ ഈയിടെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് രേണുസുധി തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് രേണുസുധി നമ്മുടെ സ്റ്റാർ മാജിക്കിൽ വന്ന ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ അകത്ത് രേണു പറയുന്നത് എന്ന് വെച്ചാൽ, ഞാൻ ഏവിയേഷൻ കഴിഞ്ഞു, ഞാൻ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചായിരുന്നു. എന്നാൽ മറ്റൊരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഞാൻ 10ാം ക്ലാസ്സിൻ്റെ ഇതായിരുന്നു കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ വേറൊരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറയുന്നത് വേറെയാണ്. അങ്ങനെ പല പല ടൈപ്പായിട്ടാണ് രേണു പറയുന്നത്. രേണു എന്താ പഠിച്ചതെന്ന് രേണുവിന് തന്നെ അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രേണു ഒരിക്കൽ പറഞ്ഞതല്ല പിന്നെ പറയുന്നത്. രേണു തന്നെയാണ് മാറ്റി മാറ്റി പറയുന്നത്. എന്നിട്ട് രേണു തന്നെ പറയുന്നു എല്ലാവരും എന്നെ നെഗറ്റീവ് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം നമ്മുടെ രേണുസുധിയെ ഫസ്റ്റ് നമ്മുടെ സ്റ്റാർ മാജിക്കിൽ രേണുസുധിയും ഫാമിലിയായിട്ട് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് രേണു പറയുന്ന വീഡിയോ ആദ്യം നമുക്കൊന്ന് കേൾക്കാം. ഏവിയേഷൻ കഴിഞ്ഞു. ഏവിയേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ പറ, അല്ലെങ്കിൽ ഇവർ കളിയാക്കുക. അതാ ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ഓക്കെ. ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഇനി ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു എല്ലാം വാവക്കുട്ടം, അല്ല സോറി മാറി സുധിക്കുട്ടം പറയണ പോലെ അല്ലേ? പോണോന്ന് പറഞ്ഞാൽ ഞാൻ വിടും. ഈ വോയിസും ഈ പറഞ്ഞതും രേണുസുധി തന്നെയാണ്. ഇത് സുധിച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇത് AI ഉപയോഗിച്ചിട്ടൊന്നും ആരും ഉണ്ടാക്കിയതല്ല. രേണുസുധിയുടെ നാക്കുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. ഞാൻ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ഏവിയേഷൻ കഴിഞ്ഞതാണ്, ബാംഗ്ലൂരാണ് എന്നൊക്കെ പറഞ്ഞു. അതേ രേണുസുധി തന്നെ പറയുന്നുണ്ട്, ഞാൻ 10ാം ക്ലാസ്സിൻ്റെ ഇതായിരുന്നു കൊടുത്തത്, എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തതിന് അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. കുറേ വീഡിയോസ് ഉണ്ട്, ഞാൻ എല്ലാ വീഡിയോസും ഇതിൻ്റെ അകത്ത് വെക്കാം. അതിൻ്റെ അകത്ത് രേണുസുധി തന്നെ പറയുന്നുണ്ട്, എയർ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഏവിയേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രേണുസുധിക്ക് എന്ത് തന്നെയാലും വർക്ക് ചെയ്ത ആൾക്കാർക്ക് പിന്നെയും എന്ത് തന്നെയാലും അവിടെ തന്നെ ജോലി കിട്ടുമല്ലോ. അപ്പോൾ അതിനുള്ളൊരു കള്ളമായിട്ടാണ് പറഞ്ഞത്. ഇല്ല, ഇനി ഞാൻ പോകുന്നില്ല, സുധിച്ചേട്ടൻ്റെ പേരിൽ അങ്ങനെ ഇട്ടു, സുധിച്ചേട്ടന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ആരും ഒന്നും ചോദിക്കില്ലല്ലോ. അപ്പോൾ അത് നേരെ സുധിച്ചേട്ടൻ്റെ തലയിലിട്ടു. പോട്ടെ, സുധിച്ചേട്ടൻ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ പോകുന്നുണ്ട്, പോട്ടെ. പിന്നെ അത് നൈസായിട്ട് അതങ്ങ് മുക്കി. ഇനി അടുത്തതായിട്ട് ഒരു ഇൻ്റർവ്യൂ രേണുസുധിക്ക് കുറച്ചും കൂടി പോസിറ്റീവ് ഒക്കെ കിട്ടിയിരുന്നത് ഒരു ശാരീരികമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ. ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്തായിരുന്നു രേണുസുധിക്ക് കുറച്ചും കൂടി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അതിൻ്റെ അകത്ത് രേണുസുധി പറഞ്ഞ കാര്യം കൂടി ഒന്ന് കേൾക്കാം. വല്ല ജോലി അവനെ അല്ലാത്ത വേറെ ജോലിക്ക് പോകാൻ അറിയാമെന്നല്ല, കിട്ടിയാൽ ഞാൻ ഒരുപാട് ജോലിക്ക് ശ്രമിച്ചതാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾ നാടകത്തിനകത്ത് പത്രത്തിലുണ്ടായിരുന്നു, നിങ്ങൾ ലൈംലൈറ്റിൽ നിൽക്കുന്നവരാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് നാടകം വന്നാൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ലീവ് തരും. ഒരുപാട് ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതാണ് പറയുന്നത്. പിന്നെ ഗവൺമെന്റ് ജോലി തരാന്ന് പറഞ്ഞത് ഓരോ പ്രോസസിംഗ് നടന്നത്, അതും വൈറ്റ് കോളർ ജോലിയല്ല, 10ാം ക്ലാസ് വെച്ചുള്ള ജോലിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് PSC അന്ന് സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് മന്ത്രി വന്നായിരുന്നു. വന്നിട്ട് എംപ്ലോയ്മെന്റിൽ എനിക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് പുതുക്കണം, എന്താ എംപ്ലോയ്മെന്റിൽ നമ്മൾ സീനിയോറിറ്റി പുതുക്കണം, PSC അല്ല സീനിയോറിറ്റി പുതുക്കണം. അങ്ങനെ പുതുക്കിയിട്ടുള്ള ജോലിയുടെ കാര്യമാണ്. ഇതൊക്കെ നിർത്തി പോകത്തൊന്നുമില്ല. ഇത് വരുന്നോട്ട് ഇത് ഇനി അങ്ങോട്ട് ഞാൻ എന്തായാലും അവസരം തേടി പോകത്തില്ല. ഇങ്ങോട്ട് വരുന്ന ഞാൻ
രേണുസുതിക്ക് സത്യം പറയാമെന്ന് വെച്ചാൽ രേണുസുതിക്ക് ഇൻട്രസ്റ്റ് ഇപ്പോഴുള്ള ഈ ഒരു അതായത് ഈ അഭിനയവും ആൽബവും മൂവീസും ഒക്കെ ആയിട്ടാണ് പോകാൻ താല്പര്യം. അത് രേണുസുതി അങ്ങ് സമ്മതിച്ചാൽ തീർന്നില്ല. അല്ല ഞാൻ മറ്റു ജോലിക്ക് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നു എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തതിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ പറയണം. എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 10ാം ക്ലാസ് വേണം. അത് കറക്റ്റായിട്ട് വർഷത്തിൽ തന്നെ അത് പുതുക്കണം. ഞങ്ങളൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എയർപോർട്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിന് പിന്നെ എന്തിനാണ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ എന്തിനും ആ വർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ വീണ്ടും അപ്ലൈ ഒക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പിന്നെ രേണുസുതിയുടെ സംബന്ധിച്ചിട്ടുള്ള പ്രധാന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രേണുസുതി അതായത് കൊല്ലം സുതി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ രേണുസുതി ആയാലും കൊല്ലം സുതി ആയാലും പല ആൾക്കാരുടെ കയ്യിൽ നിന്നും പൈസ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് രേണുസുതിയുടെ ആയാലും സുതിയുടെ ആയാലും വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പൈസ കൊടുത്തവരെ തന്നെ അവസാനം ചീത്ത വിളിക്കുന്ന രേണുസുതിയും നമുക്ക് ആ വോയിസിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റി. അതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ പേരെടുത്ത് റിയാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ആ വോയിസ് ഞാൻ വെക്കുന്നില്ല. അപ്പോൾ ആ ഇടയാണ് ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് വരുന്ന സായി കൃഷ്ണ എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ ഒരു വീഡിയോൻ്റെ അകത്ത് നമ്മുടെ സിനിമയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഷാലു പെയ്യാട് ആ ചേട്ടൻ്റെ ഒരു കോളും കൂടി പുറത്ത് വന്നിട്ടുണ്ട്. ആ ചേട്ടനും പറയുന്നുണ്ട് ഇവർ എൻ്റെ അടുത്തും പൈസ കടം ചോദിച്ചിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റോളം വരുന്ന ഒരു കോളാണ് വോയിസാണ് പുറത്ത് വന്നിട്ടുള്ളത്. നമുക്കിനി ആദ്യം ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. കഴിഞ്ഞ വീഡിയോയില് നിങ്ങളാണെന്ന് പറയാതെ പറഞ്ഞു കുറെ മുന്നേ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പിന്നെ അത് കാര്യമായിട്ട് എവിടെയും പറയാതിരിക്കുന്നു. പക്ഷെ ഇവർ ഈ സുതി പൂജയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കാരണം സുതി ആണല്ലോ ഒരു പൈസ മേടിച്ചു. ഓക്കെ അതെ 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 അണ്ണാ ഇവള് എന്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ട്. 1 ദിവസമല്ല 2 ദിവസമല്ല 3 ദിവസമല്ല ഞാൻ കൊടുത്തിട്ടുമുണ്ട്. ശരിയാണോ? അതെ അന്ന് കൊടുത്തതിന് തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ മറ്റേ ഗൂഗിൾ പേയിലൊക്കെ തപ്പി നോക്കണമെങ്കിൽ പിന്നെ കാണാതിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ പറഞ്ഞുതരാം, സംഭവം പറഞ്ഞുതരാം. ഞങ്ങളൊരു പടം ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് പുള്ളിനെ. സിനിമ ആ ഒരു പരിചയമാണ് എനിക്ക്. അങ്ങനെ ഞാൻ പടം ചെയ്തെടുക്കുന്ന സമയത്ത് 2 ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞിട്ട് പുള്ളി പോയി. ആ പുള്ളി പോയിട്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു 8 മണിയൊക്കെ രാത്രി 8 മണിയൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചിരുന്ന മക്കളോടാ ഞാൻ സുതിയാണടാ എന്തുണ്ടാ വിശേഷം സുഖം എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു. ആണോ സുഖം? അപ്പൊ നീ വീടെത്തിയാ എന്തൊക്കെ ചോദിച്ചു. ഇല്ല വീടത്തി നമ്മൾ ലൊക്കേഷനിൽ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. മക്കളോടാ പൈസ ഒന്നും കിട്ടില്ല അവിടെ നിന്ന്, നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എടാ മക്കളെ പൈസ ഉണ്ടെങ്കിൽ ചേർന്ന് ഒരു 1000 രൂപ കടമനെ ഒരു അത്യാവശ്യമാണ് വീട്ടില് ബാക്കി ഞാൻ ചേച്ചിയെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത്ര പറഞ്ഞോളൂ. പുള്ളി വേറെ ഒന്നും പറഞ്ഞില്ല. പുള്ളി നേരെ ചേച്ചിയെ കൊടുത്ത്. ഇതിനിടയിൽ എനിക്ക് ഇവരാരും എനിക്ക് അറിയില്ല. ഈ സുധി എന്ന് തന്നെ എനിക്ക് അവിടെ വന്നുള്ള പരിചയമുള്ളൂ. എനിക്ക് അല്ലാതെ അത്ര കമ്പനി ഉണ്ടെങ്കിലല്ലേ പൈസ വയ്ക്കാൻ പറ്റൂ. എനിക്ക് അത്ര കമ്പനി ഇല്ല പുള്ളിയായിട്ട്. ഞാൻ പുള്ളിയുടെ നമ്പർ സേവ് ചെയ്തിട്ടില്ല. ഞാൻ പുള്ളിയുടെ നമ്പർ സേവ് ചെയ്തിട്ടില്ല. അത്രേ ഉള്ളൂ. സാധാരണ എവരുപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മുടെ നമ്പർ മേടിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കഴിയണത് ഞാൻ ആരും നമ്പർ ഇങ്ങോട്ട് വാങ്ങിച്ചു വെക്കില്ല. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവർക്ക് ഫോട്ടോ പിന്നെ കൊടുക്കണമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ സേവ് ചെയ്തില്ല. അങ്ങനെ പുള്ളി എന്തെന്ന് അറിയാമോ, പുള്ളി എന്നിട്ട് ചേച്ചിയെ കൊടുക്കാൻ പറഞ്ഞിട്ട് വൈഫിനെ കൊടുത്തു. വൈഫ് പറഞ്ഞ് അപ്പൊ സത്യം എന്താ പറഞ്ഞാണ് അന്ന് പിള്ളേർക്ക് ആഹാരം അരി പോലും വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ എന്റെ അടുത്ത് വിളിച്ച് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നും നമ്മളിങ്ങനെ നമ്മളെ കൂടെ ഇങ്ങനെ പിള്ളേർക്ക് പലർക്ക് നമ്മളൊക്കെ കൃത്യമായിട്ട് പൈസകൾ വാങ്ങും. ഈ ഡെയിലി പൈസകൾ വാങ്ങിക്കും. അപ്പൊ അതുകൊണ്ടുള്ള ഒരു സംഭവമാണ് പുള്ളി ചോദിച്ചായിരിക്കാം. എന്തായാലും അതെ അതെ സുധി വിളിച്ചിട്ട് നേരെ ആക്ച്വലി സുധി ജസ്റ്റ് 1000 രൂപ മകളുണ്ടെങ്കിൽ 1000 രൂപ ഞാൻ ചേച്ചിയാക്കി കൊടുക്കാൻ ബാക്കി ചേച്ചിയാണ് സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് ചേച്ചി ആരെന്ന് പോലും അറിയില്ല. ഇയാളെ വൈഫുള്ള ഫാമിലി ഇതൊന്നും എനിക്ക് ഫാമിലി എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ഇങ്ങനെ അരി വാങ്ങിക്കുന്നത്. അപ്പൊ അരി വാങ്ങിക്കുന്നതിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യമായിട്ടും പിന്നെ ആ പടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പൈസ കിട്ടാൻ പറ്റിയ വഴിയാണ്. സിനിമ മൊത്തത്തിൽ പൈസ കിട്ടാൻ പാടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഞാൻ കേട്ടില്ലേ, സഹായിച്ചവരെ തള്ളി പറയുന്നത് രേണുസുതിക്ക് പുത്തിരിയല്ല എന്നുള്ള കാര്യമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോൾ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെ ഇവർ തള്ളി പറഞ്ഞില്ലേ, ഇതിന് അതിശയമൊന്നുമില്ല. ഇത് കുറച്ച് മുന്നേ ഉള്ള കാര്യമായിരുന്നു. കാരണം മുമ്പേ നമ്മൾ അത്യാവശ്യം ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെടുക്കുന്ന സഹായവും കാര്യങ്ങളൊക്കെ സ്വീകരിക്കും. ആർക്ക് എപ്പോഴാണ് സഹായം വേണ്ടതെന്ന് അറിയില്ല. പക്ഷേ നമ്മളൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും സഹായമായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും മറക്കാൻ പാടില്ല എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം നമ്മളെ ആപത്ഘട്ടത്തിൽ സഹായിച്ച വ്യക്തികളെ ആയാലും ആരെ തന്നെ ആയാലും അതിന് 1 രൂപയാവട്ടെ 10 രൂപയാവട്ടെ എത്ര രൂപയായാലും നമ്മളത് ഒരിക്കലും മറക്കാൻ പാടില്ല എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. അങ്ങനെ ഇവരെ ആപത്ഘട്ടത്തിൽ സഹായിച്ച ആൾക്കാരെ തെറിയെന്ന് തന്നെ പറയാം, അവരെ കുറ്റം പറയുന്നതാണായിട്ടാണ് ഞാൻ കണ്ടത്. ഇപ്പോൾ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇത്രയും നല്ലൊരു വീട് വെച്ച് കൊടുത്തിട്ട് ആ വ്യക്തിക്ക് കിട്ടിയ സഹായം ചെയ്ത് കൊടുത്ത വ്യക്തിക്ക് കിട്ടിയ പണി കണ്ടില്ലേ, അതിൻ്റെ പേരിലാണ് അദ്ദേഹം കേസ് കൊടുത്തത്. ആ കേസ് കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. അച്ഛനും മകളും വന്നിരുന്ന് കുറ്റം പറയാണ്. പിന്നെ ആകെ 1% പൊളിഞ്ഞതിനെ പിടിച്ച് 100% പിടിച്ച് പൊളിച്ചു മാറ്റുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കുറേ പേര് തുരപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരട്ടപ്പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനൊന്നും ഒരു തെറ്റുമില്ല. കാരണം അത്രയും സഹായിച്ച വ്യക്തികളാണ് ഇവർ വന്നിട്ട് അങ്ങോട്ടേക്ക്
തെറി പറയുന്നത്. ഇവിടെ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് തന്നെ ഒരു കാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സുധിച്ചേട്ടൻ ഉണ്ടായിരുന്ന ടൈം ഒരു കാർ എടുത്തായിരുന്നു, അതിപ്പോൾ വർക്ക്ഷോപ്പിലോ മറ്റോ ആണ്, കിച്ചു ആയിരുന്നു ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുന്ന കേട്ടായിരുന്നു. കാറിൻ്റെ കാര്യം പറയുന്നുണ്ട്, കറക്റ്റായിട്ട് ഓർമ്മയില്ല. കിച്ചു ആയിരുന്നു ഡ്രൈവ് ചെയ്തത്, കിച്ചു എപ്പോഴും പോകുന്നതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കിച്ചുവിൻ്റെ പേരിലും പറയുന്നുണ്ട്, കിച്ചുവിൻ്റെ പേരിൽ എന്തോ ഒരു മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചതിൻ്റെ പേരിൽ പോലീസ് പിടിച്ചു, അപ്പോൾ അത് കേസായി, രേണുവിൻ്റെ അച്ഛനാണ് ഇറക്കിക്കൊണ്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കിച്ചു അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം രേണുവിന് തന്നെയാണ്. കാരണം കിച്ചുവിന് അച്ഛനും ഇല്ല അമ്മയും ഇല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ രേണുവാണ് അമ്മ എന്ന് പറയുന്നത്. അമ്മ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ത്രീയും വന്നിട്ടുണ്ടായിരുന്നു കിച്ചുവിനെ ചെറുപ്പത്തിൽ നോക്കിയതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ കിച്ചുവിനെ അത് പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് രേണുവാണ്. രേണുവിന് അതിനൊന്നും സമയമില്ല. രേണുവിന് സ്വന്തം കുട്ടിയെ തന്നെ നോക്കാൻ സമയമില്ല, പിന്നെയല്ലേ മറ്റുള്ളവരെ കുട്ടിയെ നോക്കേണ്ടത്. പറയുമ്പോൾ കിച്ചു എൻ്റെ മകനാണെന്നൊക്കെ വന്ന് പറയുന്നല്ലാതെ രേണുവിന് ഒന്നിനും സമയമില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തേണ്ടത് രേണുവാണ്. അവിടെ രേണുവിന് വൻ പരാജയം തന്നെയാണ് ഉള്ളത്. രേണുവിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടർ അനൂപ് ജോൺ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, മൈൽ സ്റ്റോൺ മേക്കേഴ്സിലാണ് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാനത് വെക്കാം. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ രേണുവിന് ജോലിയൊക്കെ ശരിയാക്കി കൊടുത്തതായിരുന്നു, അപ്പോൾ രേണു അതിൽ വന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേണു പറഞ്ഞത് അത് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ജോലിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നാണ് രേണു പറഞ്ഞത്. പക്ഷേ അത് അനൂപ് ജോണും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, അതാണ്. പക്ഷേ ഒരാഴ്ച ഒന്ന് കുറച്ച് നമ്മൾ പരിശ്രമിച്ചാൽ അങ്ങ് രേണുവിന് അത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണെന്ന്. പക്ഷേ രേണുവിന് അത് താല്പര്യമില്ല. രേണുവിൻ്റെ താല്പര്യം ഇതുപോലെയുള്ള ആൽബത്തിൽ അഭിനയിക്കുന്നതും ഒക്കെയാണ്. അത് ഓരോരാളും ഇഷ്ടമാണ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളതൊക്കെ ഓരോരാളോട് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ശ്രമിച്ചിരുന്നു, അങ്ങനെയാണ്, എന്തിനീ കള്ളം പറയുന്നത്, എൻ്റെ താല്പര്യം ഇതാണെന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തരുന്നില്ല. രേണു ഈ കള്ളം പറയുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും രേണുവിനെ കുറ്റപ്പെടുത്തി കൊണ്ടുമൊക്കെ വീഡിയോസും കാര്യങ്ങളും വരുന്നത്. രേണു ആദ്യം തന്നെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് കാര്യം പറഞ്ഞാൽ പ്രശ്നം തരുന്നില്ലേ, എനിക്കിതാണ് താല്പര്യം, ഞാൻ ഇതായിട്ടാണ് ചെയ്യാൻ പോകുന്നത്, ഇതാണ് എൻ്റെ ഇഷ്ടം, എൻ്റെ പാഷൻ ഇതാണെന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നം തീർന്നു. പക്ഷേ രേണു ഒന്നും സമ്മതിച്ചിരുന്നില്ല, അതാണ് രേണുവിൻ്റെ പ്രശ്നം. അപ്പോൾ നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കേൾക്കാം. സൈബർ ബുള്ളിങ്ങിന്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് അവർക്ക് ഉയർച്ചയെ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അതിനുശേഷം ജോലിയെല്ലാം നോക്കിയിരുന്നതാണ്, ജോലി കൊടുക്കാനുള്ള പല ഇനീഷ്യേറ്റീവ്സ് നമ്മൾ എടുത്തിരുന്നു. രേണുവിനെ വേണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അത് നമ്മൾ വേണ്ടെന്ന് വെച്ച്. പല സ്ഥലങ്ങളിലും നമ്മൾ ജോലി ഓഫറിംഗ് ഉള്ള പരിപാടി ഒരുപാട് പേര് നമ്മളെ സമീപിക്കാറുണ്ട്. ചിലപ്പോൾ ഇമോഷൻ്റെ പുറത്ത് പറയണമായിരിക്കും ചിലവർ. അപ്പോൾ ഞാൻ പറയും, ഇങ്ങനെ ഒരു ജോലിയുണ്ട് നിങ്ങളുടെ അടുത്ത് തന്നെയാണ്, വേണേൽ പോകാം. അവർ പറയും അത് ശരിയാവില്ല, അത് ശരിയാവില്ല. പിന്നെ വലിയ ഇൻട്രസ്റ്റ് എടുക്കാത്തതുകൊണ്ട് ഞാൻ വിട്ടു. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ. കാരണം ആ സമയത്തൊക്കെ നമ്മൾ കുറച്ച് സപ്പോർട്ട് ചെയ്തിരുന്നു, അതുകൊണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും അങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കും. ഞാൻ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ആ സമയത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വേറെ കണ്ടു കാണും. ആ സമയത്ത് പറയേണ്ട എൻ്റെ അടുത്ത് കോളേജിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോവാണ്, എന്തെങ്കിലും വേറെ എക്സ്ട്രാ കമ്പ്യൂട്ടർ എന്തെങ്കിലും ചെയ്യണം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കോഴ്സ് എന്തൊക്കെയോ ചെയ്തിരുന്നു ആ സമയത്ത്. പിന്നെ ഗവൺമെന്റ് തന്നെ ഓഫർ ഒക്കെ വന്നിരുന്നു എന്തൊക്കെയോ. പക്ഷെ അത് ആയി വരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല അതിനെ പറ്റി ഡീറ്റെയിൽ ഒന്നും. രേണു ഏതൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, അനൂപ് എന്തോ കൊടുത്തത് അക്കൗണ്ടന്റ് ആയിട്ട് എന്തോ ആയിട്ടുള്ള ജോലിയായിരുന്നു, കണക്ക് ഇതായിട്ടുള്ളതാണ്. അപ്പോൾ അത് രേണു സുധിയുടെ സ്വഭാവം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. രേണു ഒരിക്കൽ പറയുന്നതല്ല ഒരിക്കൽ പറയും. ആ ഷോയിൽ വന്നിട്ട് പറഞ്ഞത് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന്, പിന്നെ പറയുന്നതല്ല എന്ന്, അങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണു സുധി എന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. സഹായിച്ചവരെ വരെ തിരിച്ച് കടിയുന്നത്, അതായത് നമ്മൾ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുവാന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇതിന് വളരെ ഉദാഹരണമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് രേണു സുധി. ഇനി രേണു സുധി ബിഗ് ബോസിലേക്ക് രേണു സുധിയെ കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ പറയുന്ന കേട്ടു. കാരണം ആ വീട് വെച്ച് കൊടുത്ത വ്യക്തിക്കെതിരെ വെച്ച് കൊടുത്ത വ്യക്തിക്കെതിരെ തന്നെ കുറ്റം പറഞ്ഞില്ലേ, അപ്പോൾ അത് ബിഗ് ബോസിനെതിരെ നാളെ തിരിയില്ല എന്ന് എന്ത് കണ്ടു എന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കണം. രേണു സുധിക്ക് ഇതുവരെ കൺഫർമേഷൻ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏകദേശം രേണു സുധി എടുക്കാം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു കേസും ഇതൊക്കെ ആയതുകൊണ്ട് രേണു സുധി ചിലപ്പോൾ ബിഗ് ബോസിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. ഏകദേശം ഒരു ഉറപ്പിച്ചതായിരുന്നു, നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടുന്നതായിരുന്നു. രേണു സുധിയായിട്ട് തന്നെ അത് കലവിട്ട് ഉടച്ചു. ഇനിയിപ്പം രേണു സുധിയുടെ കളികൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയാം.